നീ മല്ലയ്യയുടെ വീട്ടിൽ കയറി താമസിച്ചിട്ടും മല്ലയ്യയുടെ മനസ്സിൽ കയറി താമസിച്ചത് ആ ഡോക്ടർ പെണ്ണായി പോയല്ലോ ഗൗരി. ചില മുതലാളിമാരൊക്കെ അങ്ങനെയാ പരമുള്ളേ. വീട്ടിലുണ്ടെങ്കിലും കല്യാണം കഴിക്കുന്നത് വേറെ പെണ്ണിനെ ആയിരിക്കും. എനിക്ക് കുറച്ച് നഗ്ന സത്യങ്ങൾ തുറന്നു പറയാനുണ്ട്. പ്ലീസ്, എനിക്കൊന്നും കേൾക്കണമെന്നില്ല. നിങ്ങൾ പറയുന്നതിലും ചെയ്യുന്നതിലൊക്കെ എന്തൊക്കെയോ പൊരുത്തക്കേടുകളുണ്ട്. സത്യം മനഃപൂർവ്വമല്ല, സാഹചര്യം കൊണ്ട് പറ്റിപ്പോയതാണ്. വേണമെങ്കിൽ ഞാൻ കാല് പിടിക്കാം പ്ലീസ്. എന്റെ തല വെട്ടി പൊളക്കുന്നുണ്ട്. അയ്യോ അഞ്ജലി, അങ്ങനല്ല. സി, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഞാൻ പറയുന്നൊന്ന് കേട്ടിട്ട് പൊക്കോളൂ. അതിന്റെ ഞാനിനി എന്ത് പറയും, എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്ക് ഒരു ഐഡിയ എനിക്കില്ല. നീ ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. എന്നെ തറയാക്കലടാ മോനെ. എന്റെ ജീവിതം നശിപ്പിക്കരുത്, എന്നെ മനസ്സിലാക്കോ. എന്താന്ന് വെച്ചാ കാണിക്കണം. ഇതെന്താ കുട്ടപ്പിനാണോ? എനിക്കതിന് പറ്റൂലെന്ന്. നോക്കിക്കോടാ പന്നി. അങ്ങനെ പടക്കടകുദാഹവ ഇന്നലകളെ